ഗുഡ് മോർണിംഗ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെഗ്മെന്റേഷൻ, കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്വർടൈസിങ്ങിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. മീഡിയ സ്കെഡ്യൂളിംഗ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് അഡ്വർടൈസിങ്ങിൽ വരുന്ന വേറൊരു ടേമാണ് സെഗ്മെന്റേഷൻ എന്നുള്ളത്. ഓക്കെ, അതെന്താന്നുള്ളത് നോക്കാം. Consumer segmentation is the process of classifying people into groups that have some set of similar characters, resulting in the ability to be studied and targeted. എന്താണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു, അതായത് തരംതിരിച്ച് സെഗ്മെന്റ്സ് ആക്കി മാറ്റുന്നു. അതിനാണ് നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ടാർഗറ്റ് ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് കൃത്യമായിട്ട് അതിന്റെ കസ്റ്റമേഴ്സിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഉള്ള കസ്റ്റമേഴ്സിനെ സെഗ്മെന്റ്സ് ആക്കുന്നു, അതായത് ഓരോരോ പാർട്സ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. The most basic method is to segment by simple demographics such as age, income or marital status. അല്ലെ, എന്താണ് വയസ്സ് നോക്കി അല്ലെങ്കിൽ ഇൻകം നോക്കി, അതോടൊപ്പം തന്നെ വിവാഹിതരാണോ അല്ലെങ്കിൽ അവിവാഹിതരാണോ എന്ന് നമുക്ക് നോക്കി നീന്നു ഓരോന്നിനും segments ആക്കുന്നു. The goal is to identify relatively homogeneous group with similar behavior that will assist in customizing the message or offer for each segment. എന്താണ്, ഏത് വിഭാഗക്കാർക്കാണ് ഓഫേഴ്സ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ആളുകൾക്കാണ് പിന്നെ ടാർഗറ്റ് ആയിട്ട് ആ മെസ്സേജ് എത്തിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് ടാർഗറ്റ് ഓഡിയൻസിലോട്ട് മെസ്സേജ് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സെഗ്മെന്റേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെ. അത് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരേ ക്യാരക്ടേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒരേ സ്വഭാവ പ്രകൃതമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഓരോ സെഗ്മെന്റ്സ് ആക്കുന്നു, അല്ലെ. അതാണ് ഹോമോജീനിയസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെട്രോജീനിയസ് ആവുന്ന സമയത്ത് എന്താവും, അത് മിക്സഡ് ആവും, അല്ലെ. ഓരോ ഏജ് ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ഡിഫറെന്റ് ആയിരിക്കും, ഇൻകം ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തിക്കാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ ഒരു ഹോമോജീനിയസ്, ഒരേ സ്വഭാവ പ്രകൃതമുള്ള ആളുകളിലേക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് എത്തിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് സെഗ്മെന്റേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അഡ്വർടൈസിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദ അഡ്വന്റ് ആക്സസിബിൾ കമ്പ്യൂട്ടർ ടെക്നോളജി, ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ദി അവൈലബിലിറ്റി ഓഫ് സെൻസസ് ഡാറ്റ have all contributed to a whole new industry specializing in new tiered consumer segmentation. ഇന്ന് ഏറ്റവും പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സെഗ്മെന്റേഷൻ പ്രോസസ്സ് നടക്കുന്നത്. പരമാവധി ആളുകളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും, അവരെന്ത് ചെയ്യും, ഡിഫറെന്റ് സെഗ്മെന്റ് ആക്കും. എന്നിട്ട് അവർ ആ സെഗ്മെന്റിന് ആവശ്യമായിട്ടുള്ള നീഡ്സ് എന്താണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കി കൃത്യമായിട്ട് മെസ്സേജ് ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു. ഓക്കെ, ഓരോ സെഗ്മെന്റ്സിനും ഇപ്പോ ഒരു ഡിസ്റ്റിങ്ക്ട് ഇൻകം ഉള്ള ഒരാൾക്ക് അവരുടെ നീഡ്സും അല്ലെങ്കിൽ ഒരു അപ് ടു 1 lakh ഇൻകം മാസത്തിലുള്ള ഒരാൾക്കും അപ് ടു 5 lakh ഇൻകം ഉള്ള ഒരാൾക്കും എന്താണ്, അവരുടെ നീഡ്സ് ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ബിഹേവിയറൽ പാറ്റേൺ, അല്ലെ, കൺസ്യൂമർ ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോ സെൻസസ് ഡാറ്റ വെച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഈ ഒരു പിന്നെ സെഗ്മെന്റേഷൻ പ്രോസസ്സ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, add to this the standardization of geographic definition and you now have a powerful basket of measurable variables that can help segment the population in a very detailed fashion. എന്താണ്, നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടെങ്കിൽ, അല്ലെ, ജോഗ്രഫിക് ഡാറ്റ ആയിക്കോട്ടെ, ഡെമോഗ്രഫിക് ഡാറ്റ ആയിക്കോട്ടെ, ബിഹേവിയർ ഡാറ്റ ആയിക്കോട്ടെ, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ ആറ്റിറ്റ്യൂഡ്സ് ബിലീഫ്സുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, സെഗ്മെന്റേഷൻ പ്രോസസ്സ് കുറച്ചും കൂടി എളുപ്പമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, ഈ ഒരു കസ്റ്റമേഴ്സ് 1000 കസ്റ്റമേഴ്സ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 1000 കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് സെക്ഷൻസ് ആക്കുന്നു, ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് ആക്കുന്നു, അല്ലെ. അതാണ് എന്ത്, സെഗ്മെന്റേഷൻ. ആ സെഗ്മെന്റേഷൻ ആക്കുന്നത് എന്തിന്റെ ബേസിലായിരിക്കും, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, എന്തെങ്കിലും ഒരു പ്രത്യേക സ്വഭാവത്തിന്റെ കാര്യത്തിലായിരിക്കും. ചിലപ്പോൾ അത് ഇൻകം ആയിരിക്കും, ചിലപ്പോൾ ഏജ് ആയിരിക്കും, ചിലപ്പോൾ മാരിറ്റൽ സ്റ്റാറ്റസ് ആയിരിക്കും, ചിലപ്പോൾ ഒരേ പർച്ചേസിങ് ബിഹേവിയർ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ ഓരോ വിഭാഗക്കാരാക്കി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, അല്ലെ, ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരേ പ്രകൃതമുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. ആ ഒരു അഡ്വർടൈസിങ്ങിന് ഏറ്റവും നന്നായിട്ട് ഉപകാരപ്പെടും. ഇനി അടുത്ത സ്ലൈഡ് നോക്കാം നമുക്ക്.
Segmentation is the actual process of identifying segments of the market and the process of dividing a broad customer base into subgroups of customers consisting of existing and prospective customers. ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്താണ് വലിയൊരു കസ്റ്റമർ ബേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു different subgroups ആക്കുന്നു. Market segmentation is a consumer oriented process and can be applied to almost any type of market. എല്ലാ മാർക്കറ്റിലും എന്ത് ചെയ്യാം, എല്ലാ സ്ഥലത്തും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. In dividing or segmenting markets, researchers typically look for shared characteristics such as common needs, common interest, similar lifestyle or even similar demographic profile. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സാമ്യം അല്ലെങ്കിൽ സിമിലാരിറ്റി ഉള്ള വിഭാഗക്കാരെയാണ് ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. അത് ചിലപ്പോൾ എന്തായിരിക്കും, ഒരേ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ ആവശ്യങ്ങളുള്ള ആളുകളായിരിക്കും, ഒരേ ഡെമോഗ്രാഫിക് പ്രൊഫൈൽസ് ആയിരിക്കും അല്ലെ. ഡെമോഗ്രാഫിക് പ്രൊഫൈൽസ് എന്ന് പറഞ്ഞാൽ അത് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്, സെക്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്, അപ്പൊ പറയാം. അപ്പോ മാർക്കറ്റ് സെഗ്മെന്റേഷൻ അസ്യൂംസ് ദാറ്റ് ഡിഫറെന്റ് സെഗ്മെന്റ്സ് റിക്വയർ ഡിഫറെന്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് അല്ലെ. ഓരോ സെക്ഷൻസിനും ആവശ്യമുള്ളത് ഓരോ ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് അല്ലെ. അപ്പൊ സെഗ്മെന്റേഷൻ ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഓരോ ആളുകൾക്കും ആവശ്യമുള്ള അവരുടെ നീഡ്സ് എന്താണ്, അതിനനുസരിച്ച് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആസ് ഡൈവേഴ്സ് കസ്റ്റമേഴ്സ് ആർ യൂഷ്വലി ടാർഗറ്റ് ത്രൂ ഡിഫറെന്റ് ഓഫേഴ്സ്, പ്രൈസസ്, പ്രൊമോഷൻസ്, ഡിസ്ട്രിബ്യൂഷൻസ് ഓർ സം കോമ്പിനേഷൻ ഓഫ് മാർക്കറ്റിംഗ് വാരിയബിൾസ് അല്ലെ. ഓരോ സെക്ഷൻസിനും എന്തായിരിക്കും ഓരോ തരത്തിലുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. നമ്മൾ ഇടക്ക് കാണാറുണ്ടല്ലോ, പിന്നെ എബോവ് 60 ഏജ് ഉള്ളവർക്ക് ഓഫർ, അല്ലെങ്കിൽ എബോവ് ഇത്ര വയസ്സുള്ളവർക്ക് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് പല കമ്പനീസും പല പ്രൊഡക്ട്സും കൊടുക്കാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ കപ്പിൾസ് അല്ലെ, ന്യൂലി മാരീഡ് കപ്പിൾസിന് ഓഫർ ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീ ആണ്, അങ്ങനെ തരത്തിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ ഒരു പിന്നെ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവർക്ക് അറിയാം, ഞങ്ങൾക്ക് ഇത്ര കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പങ്കുവെക്കുന്ന കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഇത്രയുണ്ട്, അവർ ഞങ്ങൾ കമ്പനിയിലേക്ക് വരും എന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെസ്സേജ് ഡിസൈന് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വൺസ് ദ കസ്റ്റമർ സെഗ്മെന്റ്സ് ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ആൻഡ് പ്രൊഫൈൽഡ്, ദ മാർക്കറ്റർ മസ്റ്റ് ഡിസൈഡ് വിച്ച് സെഗ്മെന്റ് ടു ടാർഗറ്റ്. എന്താണ്, ഒരു 1000 ആളുകളെ ഡിഫറെന്റ് കാറ്റഗറി ആക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, കമ്പനി ഏത് കാറ്റഗറിനാണ്, അല്ലെങ്കിൽ കമ്പനി ഇറക്കുന്ന പ്രൊഡക്റ്റ് ഏത് കാറ്റഗറിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇപ്പോ എന്താണ് 18 to 25, 25 to 35, 35 to 45, 45 to 60, അങ്ങനെ ഏജ് ക്ലാസിഫിക്കേഷൻ വരുത്തി വിചാരിക്കാം. അപ്പൊ ഒരു എന്താണ് ഒരു സ്പോർട്സ് എക്യുപ്മെന്റ് ഇറക്കുന്ന ഒരു കമ്പനി സ്വാഭാവികമായിട്ട് ലക്ഷ്യം വെക്കുക ഏജ് അല്ലെങ്കിൽ ഓൾഡ് ആയ ആളുകളായിരിക്കില്ല അല്ലെ, പ്രായം തന്ന ആളുകളായിരിക്കില്ല, ചെറുപ്പക്കാരെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ടാർഗറ്റ് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ഓഡിയൻസിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം, അവരിലേക്ക് മെസ്സേജസ് എത്തിക്കാം. ഡൈവേഴ്സ് കസ്റ്റമേഴ്സ് വിൽ ഹാവ് different expectation. For instance, there may be customers who will value a differentiated high quality service, while others may be more price sensitive. എന്താണ്, ഓരോ കസ്റ്റമേഴ്സിനും എന്താണ് ഓരോ എക്സ്പെക്ടേഷൻ ആയിരിക്കും. ചില കസ്റ്റമേഴ്സിന് എന്താണ് എത്ര പണം കൊടുത്താലും വേണ്ടില്ല, ക്വാളിറ്റി നന്നാവണം എന്നായിരിക്കും. പക്ഷെ ചില ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി കുറഞ്ഞാലും വേണ്ടില്ല, പണം കുറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൈസ് എന്നുള്ളത് കുറഞ്ഞാൽ മതി എന്നായിരിക്കും. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുക, അതിനൊക്കെ തൃപ്തിയാക്കുക എന്നുള്ളത് എന്താണ് മാർക്കറ്റിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോട്ട് ആൾ ഫേംസ് ഹാവ് ദ റിസോഴ്സസ് ടു സെർവ് ഓൾ കസ്റ്റമേഴ്സ് ഇൻ ആൻ അഡിക്വേറ്റ് മാനർ. ട്രൈങ് ടു സെർവ് ദ എൻറ്റയർ മാർക്കറ്റ് കുഡ് ബി എ റെസിപ്പി ഫോർ ഡിസാസ്റ്റർ. എന്താണ്, ഒരു എല്ലാ കസ്റ്റമേഴ്സിനെയും തൃപ്തിപ്പെടുത്തുക, അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരേപോലെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അതൊരു ദുരന്തമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ടാർഗറ്റ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസ് എന്തായിരിക്കണം, ഈ ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അഡ്വർടൈസിംഗിന് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സോ ദ ഓവറോൾ എയിം ഓഫ് സെഗ്മെന്റേഷൻ ഈസ് ടു ഐഡന്റിഫൈ ഹൈ ഈൽഡ് സെഗ്മെന്റ്സ്. അപ്പോൾ സെഗ്മെന്റേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പണം ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ സാധനങ്ങൾ ഏറ്റവും എന്താണ് കൂടുതൽ വാങ്ങുന്ന ആളുകളെ കണ്ടെത്തുക, അവരിലേക്ക് കൂടുതൽ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ദീസ് ആർ ലൈക്ലി ടു ബി ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഓർ മേ ഹോൾഡ് പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത്. എന്താണ്, അവരുടെ കമ്പനിയുടെ വളർച്ചയെ നന്നായിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് നന്നായിട്ട് സഹായിക്കുന്ന കസ്റ്റമേഴ്സിനെ കണ്ടെത്തി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഹെൻസ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ സെഗ്മെന്റ്സ് വിൽ യൂഷ്വലി ബിക്കം ടാർഗറ്റ് മാർക്കറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഏറ്റവും പിന്നെ
ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളെയാണ് ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് അധിക കമ്പനീസും അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റ്സ് ആയിട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. അതിപ്പോ ഒരു ടൂറിസം ഇൻഡസ്ട്രി ആക്കി എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ട്രാവലർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അട്രാക്റ്റീവ് സെഗ്മെന്റ്സ് ആയിട്ട്. കാരണം ബിസിനസ് ക്ലാസ്സിലായിരിക്കും അവർ ട്രാവൽ ചെയ്യുക, അവരെ സംബന്ധിച്ചിടത്തോളം 5 സ്റ്റാർ ഹോട്ടലിലായിരിക്കും താമസിക്കുക. അങ്ങനെ അവർ പോകുന്നതൊക്കെ എന്തായിരിക്കും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലൂടെ ആയിരിക്കും കടന്നു പോവുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു പിന്നെ അഡ്വർടൈസേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളാണ് ടൂറിസം ഇൻഡസ്ട്രിയിൽ ബിസിനസ് ട്രാവലർ എന്ന് പറയുന്ന ആള്. ഓക്കെ, ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് സഞ്ചരിക്കുന്ന ആള് എന്ന് പറയുന്നത്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് സെഗ്മെന്റേഷൻ, എന്തിനാണ് ഈ ഒരു സെഗ്മെന്റേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് പറയുന്നത്. By dividing the markets into segments, advertisers can acquire a better understanding of the needs and wants of customers. കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യമുള്ളത് അത് കുറച്ചുകൂടി എന്ത് ചെയ്യാം, നന്നായിട്ട് മനസ്സിലാക്കാം. അവരുടെ ആവശ്യങ്ങളും അവരെ കുറച്ചുകൂടി നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അവരെ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. This enables them to customize or to tailor the company's marketing activities more accurately and responsibility to the individual customers' likings. എന്താണ് കുറച്ചുകൂടി ടൈലറിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ടൈലർ എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി എന്ത് ചെയ്യാം, മെസ്സേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, മെസ്സേജ് ഉണ്ടാക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളും അവർക്ക് എന്താണോ അവരുടെ നീഡ്സ് അത് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി എന്ത് ചെയ്യാം, റെസ്പോൺസിബിലി ഓരോ പിന്നെ ഇൻഡിവിജ്വൽസിനെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മെസ്സേജസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സെഗ്മെന്റേഷന്റെ. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, ആളുകളെ തിരിച്ചറിയുന്നു, അവരുടെ ബിഹേവിയർ തിരിച്ചറിയുന്നു, അവരെങ്ങനെയാണ് ചെലവഴിക്കാൻ തിരിച്ചറിയുന്നു, അവർക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയുന്നു. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, നമ്മൾ അത് തൃപ്തിപ്പെടുത്താനാണ് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, segmentation marketing supports businesses in meeting and exceeding their customers' requirement. It may also allow them to evaluate the competitors' strength and weakness. This way, they could discover business opportunities in market which were not served well. എന്താണ് അവരുടെ പിന്നെ പോരായ്മകൾ അല്ലെ, നമ്മൾ സാധാരണയായിട്ട് സ്ട്രെങ്ത്തും വീക്ക്നെസ് അല്ലേ, അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും, സഹായിക്കും. അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സ്, അവർക്ക് ഇത്ര കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ഇത്രയും കസ്റ്റമേഴ്സ് നമ്മുടെ കമ്പനിയെ സമീപിക്കുന്നില്ല അല്ലെങ്കിൽ കമ്പനി പ്രൊഡക്ട്സ് വാങ്ങുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇത്ര കസ്റ്റമേഴ്സ് ഉണ്ടായിട്ട് ഏതാണ് നമ്മുടെ പ്രൊഡക്ട്സ് കൂടുതൽ വാങ്ങുന്ന കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ഏത് സെഗ്മെന്റിലാണ് നമ്മുടെ പ്രൊഡക്ട്സ് കൂടുതലായിട്ട് വാങ്ങുന്നവർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്നുകൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. ഏതാണോ വീക്ക്, ഏത് സെക്ഷനാണ് നമ്മുടെ പ്രൊഡക്ട്സ് തീരെ വാങ്ങാത്തത്, ആ ഒരു സെക്ഷനെ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിലൊന്നുകൂടിയും ഗ്രോത്ത് ഉണ്ടാക്കാം, വളർച്ച ഉണ്ടാക്കാം എന്നുള്ളത് സെഗ്മെന്റേഷന്റെ ഒരു ബെനിഫിറ്റ് ആണ്. നെക്സ്റ്റ് വൺ, കസ്റ്റമർ സെഗ്മെന്റേഷൻ enables marketers to adopt a more systematic approach when planning ahead of the future. ഭാവിയിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് കുറച്ചും കൂടി എന്താണ് പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സെഗ്മെന്റേഷൻ ഉപകാരപ്പെടും. അതായത് കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ്, അതിനനുസരിച്ചുള്ള പിന്നെ കാര്യങ്ങളൊക്കെ രൂപവൽക്കരിക്കാനും അത് നടപ്പിലാകാനൊക്കെ കമ്പനികൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സെഗ്മെന്റേഷന്റെ വേറൊരു ബെനിഫിറ്റ്. ഓക്കെ, മാർക്കറ്റേഴ്സിന് സാധിക്കും എന്നുള്ളതാണ് വേറൊരു ബെനിഫിറ്റ്. അതായത് കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഭാവി തീരുമാനിക്കുന്നു. ആ ഒരു പിന്നെ കാര്യം സെഗ്മെന്റേഷന്റെ ഒരു ബെനിഫിറ്റ് ആണ്. നെക്സ്റ്റ് വൺ, ദിസ് ലീഡ്സ് ടു ബെറ്റർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാർക്കറ്റിംഗ് റിസോഴ്സസ് റിസൾട്ടിംഗ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ മോർ ഫൈൻലി ട്യൂൺഡ് മാർക്കറ്റിംഗ് പ്രോഗ്രാം. എന്താണ്, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു റിസോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് റിസോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് അഡ്വർടൈസിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ക്യാമ്പയിൻ, അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് എന്നുള്ളത് എപ്പോഴും അഡ്വർടൈസിംഗുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ടേം ആണ് കേട്ടോ. മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗ് എന്നൊക്കെ അടുത്തടുത്ത് നിൽക്കുന്ന ടേം ആണ്. അപ്പോ ഇവിടെ പറയുന്നത്, നമുക്കൊരു പിന്നെ ടൂള് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു അഡ്വർടൈസിംഗ് ടൂള് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സെഗ്മെന്റേഷൻ വഴി സാധിക്കും. കാരണം മാക്സിമം ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തുന്നുണ്ടോ, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അഡ്വർടൈസിംഗ് ആയിക്കോട്ടെ, പിന്നെ ബാക്കി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സെഗ്മെന്റേഷൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെഗ്മെന്റേഷൻ വേരിയബിൾസ് ആണ്. ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ
ക്ലാസ് അവസാനിപ്പിക്കുക. ഓക്കെ, സെഗ്മെന്റേഷൻ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ഒരു പിന്നെ തരംതിരിക്കലിൽ പ്രധാനപ്പെട്ടതായി ഉള്ളത് എന്നുള്ളതാണ്. അതിലൊന്ന് ഫസ്റ്റ് വൺ പിന്നെ ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. ഒരാളുടെ ഡെമോഗ്രാഫിക് എന്താണ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഡെമോഗ്രാഫിക് എന്നുള്ളത് അല്ലെ. അപ്പൊ അവരുടെ വയസ്സ്, അതോടൊപ്പം തന്നെ അവരുടെ ജെൻഡർ, ഇൻകം, ഒക്കുപേഷൻ, മാരിറ്റൽ സ്റ്റാറ്റസ്, ഫാമിലി സൈസ്, റേസ്, റിലീജിയൻ, നാഷണാലിറ്റി, അതൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, സെഗ്മെന്റ്സ് ആക്കുന്നു. ഓക്കെ, ഒരാൾക്ക് എത്ര ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ വിച്ച് ഏജ് ഗ്രൂപ്പ്, അവരുടെ ജെൻഡർ ഏതാണ്, അവരുടെ ഒക്യുപ്പേഷൻ എന്താണ്, ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, സെഗ്മെന്റേഷൻ ചെയ്യുന്നു. ഓരോ കസ്റ്റമേഴ്സിനെ ഓരോ രീതിയിൽ തരംതിരിക്കുന്നു. വേറൊരു സെഗ്മെന്റേഷൻ എന്നുള്ളത് എന്താണ്, ജോഗ്രഫിക് സെഗ്മെന്റേഷൻ ആണ്. എന്താണ്, അവരുടെ പിന്നെ അവരുടെ ഏത് ഏരിയയിലാണ് താമസിക്കുന്നത്, അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണ്, എത്ര ജനസാന്ദ്രത ഉള്ള ഏരിയയിലാണ്. അപ്പോ 100-ൽ കൂടുതൽ അല്ലെങ്കിൽ 300-ൽ കൂടുതൽ ജനസാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു കിലോമീറ്റർ പരിധിയിൽ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററിൽ എത്ര പേര് ജീവിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അതിന്റെ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നുള്ളത്. അപ്പൊ അത് ഒരു 300, 400, 600, 700 ഒക്കെ ആണെങ്കിൽ അവരൊരു കാറ്റഗറി, പിന്നെ അല്ലെങ്കിൽ 200 ഒക്കെ ആണെങ്കിൽ ഒരു കാറ്റഗറി. അങ്ങനെ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ പേരിൽ എന്ത് ചെയ്യുന്നു, ഓരോ ക്ലാസിഫിക്കേഷൻ ആക്കുന്നു. അതോടൊപ്പം തന്നെ നാച്ചുറൽ റിസോഴ്സസ്, നല്ല പിന്നെ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഏരിയയിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവരൊരു കാറ്റഗറി ആക്കുന്നു. അപ്പോൾ ജോഗ്രഫിക്കൽ, ഭൂമിശാസ്ത്രപരമായിട്ട് എന്ത് ചെയ്യുന്നു, അവരെ സെഗ്മെന്റ് ചെയ്യുന്നു. അവരെ അതിന്റെ ബേസിൽ സ്ഥലത്തിനനുസരിച്ച് സെഗ്മെന്റ് ചെയ്യുന്നതാണ് ഈ ഒരു കാറ്റഗറി വരുന്നത്. അതായത് ക്ലൈമറ്റ്, നാച്ചുറൽ റിസോഴ്സസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അതിന്റെ ബേസിൽ ഒരു കസ്റ്റമേഴ്സിനെ സെഗ്മെന്റ് ചെയ്യുന്നു. വേറൊന്ന് സൈക്കോഗ്രാഫിക് ആണ്. സൈക്കോഗ്രാഫിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വാല്യൂസ്, അവരുടെ മോട്ടീവ്സ്, ഇൻട്രസ്റ്റ്, ലൈഫ് സ്റ്റൈല്, അതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരേ ലൈഫ് സ്റ്റൈല്, ഒരേ താല്പര്യങ്ങൾ പിന്തുടരുന്ന ആളുകള്, പിന്നെ അതോടൊപ്പം തന്നെ ഒരേ വാല്യൂസ് സൂക്ഷിക്കുന്ന ആളുകൾ, അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഓരോരോ കാറ്റഗറിയിൽ, ഒരേ കാറ്റഗറിയിൽ വെക്കുന്നു. ഓക്കെ, അതാണ് സൈക്കോഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഞാൻ ഒരു വിശ്വാസം തുടരുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു താല്പര്യം ഇതാണെങ്കിൽ എന്നെ ഒരു കാറ്റഗറിയിൽ വെക്കുന്നു. എൻ്റെ അതേ താല്പര്യം വേറൊരാൾക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെയും എൻ്റെ ഒരു കാറ്റഗറിയിൽ വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മെസ്സേജ് അയക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇഫക്റ്റീവ് ആവും ഇത്തരത്തിലുള്ള സെഗ്മെന്റേഷൻ എന്നുള്ളത്. നെക്സ്റ്റ് വൺ ബിഹേവിയറൽ സെഗ്മെന്റേഷൻ ആണ്. ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സാധനം വാങ്ങാൻ കെൽപ്പുള്ളവരാണ്, അല്ലെങ്കിൽ എത്രത്തോളം പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ളവരാണ്, നമ്മൾ എത്രത്തോളം വാങ്ങുന്നുണ്ട്, അതാണ് ഇവിടെ നോക്കുന്നത്. നമ്മളിപ്പോ ഒരു 1000 രൂപ കയ്യിലുള്ള ആളാണെങ്കിൽ നമ്മൾ 1000 രൂപക്കും സാധനം വാങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ 200 രൂപക്കാണോ സാധനം വാങ്ങുന്നുള്ളത്. അപ്പോൾ നമ്മളൊരു പർച്ചേസിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ പർച്ചേസിങ് ബിഹേവിയർ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെഗ്മെന്റേഷൻ ആക്കുന്നത്. അതാണ് ബിഹേവിയറൽ സെഗ്മെന്റേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സെഗ്മെന്റേഷൻ ഓഫ് ദ മാർക്കറ്റ് അക്കോർഡിംഗ് ടു ദ ഇൻഡിവിജ്വൽ പർച്ചേസ് ബിഹേവിയേഴ്സ്. ഓക്കെ, എങ്ങനെ എത്ര പൈസ ചെലവഴിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് വൺ പ്രൊഡക്റ്റ് റിലേറ്റഡ് സെഗ്മെന്റേഷൻ ആണ്. എന്ത് ചെയ്യുന്നു, ഓരോ പ്രൊഡക്റ്റും, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നവർ ഇന്ന ആളുകളാണ്, ബാക്കിയുള്ള പ്രൊഡക്റ്റ് വാങ്ങുന്നവർ ഇന്ന ആളുകളാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സെഗ്മെന്റേഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നവർ, ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടാത്തവർ, ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനെ വേറൊരു സെഗ്മെന്റ് ആക്കിയിട്ട് വരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് ഞാൻ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഒന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇതെന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ സെഗ്മെന്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ബെനിഫിറ്റ്സ് എന്താന്നുള്ളതും മനസ്സിലാക്കാം. വീഡിയോ ലെങ്ത് കുറച്ചുകൂടി പോയി എന്ന് തോന്നുന്നു. എന്തായാലും ഇനിയുള്ള ക്ലാസ് ഉള്ളത് ശ്രദ്ധിക്കാം. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, ഈ ഒരു ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.